ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ സെപ്റ്റംബറിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന മലയാളം, തമിഴ് ആൻഡ് തെലുഗു മൂവീസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ലാംഗ്വേജസിലെ റിലീസസിനെ പറ്റി അടുത്ത വീഡിയോയിൽ സംസാരിക്കാം എന്നും പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആ ഒരു ലിസ്റ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കണേ. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോഴേക്കും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുമല്ലോ അല്ലേ? അപ്പൊ കം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് സെപ്റ്റംബറിൽ നമ്മുടെ നാട്ടിൽ തിയേറ്റർ റിലീസായി എത്തുന്ന ഇംഗ്ലീഷ് മൂവീസ് ഒന്ന് നോക്കിയാലോ. ബുക്ക് മൈ ഷോ പ്രകാരമുള്ള റിലീസ് ഡേറ്റ്സ് വെച്ച് തന്നെ നമുക്ക് പറഞ്ഞു പോവാം. ഇതിൽ ആദ്യം എത്തുന്ന ഫിലിം സെപ്റ്റംബർ 6 റിലീസ് ആവുന്ന ബീറ്റിൽ ജ്യൂസ് എന്ന ഫിലിമാണ്. 1989 ബാറ്റ്മാൻ, അതിന്റെ സീക്വലായ ബാറ്റ്മാൻ റിട്ടേൺസ്, പിന്നെ എഡ്വേർഡ് സിസർഹാൻഡ്സ്, പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ്, ആലിസ് ഇൻ വണ്ടർലാൻഡ് തുടങ്ങിയ സൂപ്പർ ഹിറ്റ്സ് ഒരുക്കിയിട്ടുള്ള ഹോളിവുഡിലെ വൺ ഓഫ് ദി മോസ്റ്റ് പ്രൂവൻ ഡയറക്ടേഴ്സിൽ ഒരാളായ ടിം ബർട്ടൺ, അദ്ദേഹത്തിന്റെ തന്നെ ഡയറക്ടോറിയലായി 1988 പുറത്തു വന്ന ബീറ്റിൽ ജ്യൂസ് എന്ന ചിത്രത്തിന്റെ സീക്വലായി ഒരുക്കുന്ന ഫാന്റസി കോമഡി ഹൊറർ സിനിമയാണ് ബീറ്റിൽ ജ്യൂസ്. ആദ്യ ബീറ്റിൽ ജ്യൂസ് സിനിമയിൽ ടൈറ്റിൽ റോളിലെത്തിയ, പിന്നീട് ബർട്ടന്റെ തന്നെ ബാറ്റ്മാൻ മൂവീസിലും സാക്ഷാൽ ബാറ്റ്മാനായി എത്തിയ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആക്ടർ മൈക്കൽ കീറ്റൺ തന്നെയാണ് പുതിയ ചിത്രത്തിലും മെയിൻ റോളിൽ വരുന്നത്. മറ്റൊരു മെയിൻ റോളിൽ, അതായത് ഫസ്റ്റ് മൂവിയിൽ തന്റെ മെയിൻ റോളിൽ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ട് വിനോന റൈഡറും ചിത്രത്തിലുണ്ട്. ബ്രാം സ്റ്റോക്കേഴ്സ് ഡ്രാക്കുള, ഹെതേഴ്സ് എന്നീ ചിത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഏജ്ഡ് ആയ ശേഷം അവർ അഭിനയിച്ച സ്ട്രേഞ്ചർ തിങ്സിലെ ജോയ്സ് ബയേഴ്സ് എന്ന ക്യാരക്ടറിലൂടെയോ വിനോന റൈഡർ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ മാസം, അതായത് ഓഗസ്റ്റ് 28 വെനീസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഷോക്കേസ് ചെയ്യപ്പെട്ട് വളരെ നല്ല ക്രിട്ടിക് റിവ്യൂസ് ചിത്രം ഓൾറെഡി നേടിക്കഴിഞ്ഞു. ടിം ബർട്ടൺ എന്ന ഗ്രേറ്റ് ഡയറക്ടർ അദ്ദേഹത്തിന്റെ റിയൽ ഫോമിലേക്ക് തിരിച്ചു വന്ന ഒരു ചിത്രമായി അഭിപ്രായം നേടിയെടുത്തത് കൊണ്ട് തന്നെ ഒത്തിരി പേര് വളരെ എക്സ്പെക്ടേഷൻസോടെ തിയേറ്ററിൽ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ചിത്രമാണ് ബീറ്റിൽ ജ്യൂസ്. ആൻഡ് അതിനോടൊപ്പം ഈ അടുത്തായി ഒത്തിരിയൊന്നും മികച്ച ചിത്രങ്ങൾ സ്ഥിരമായി കാണാൻ കിട്ടാത്ത ഫാന്റസി കോമഡി ഹൊറർ കാറ്റഗറിയിലെ ചിത്രം ആയതുകൊണ്ട് ആ ജോണർ ഇഷ്ടപ്പെടുന്നവരും വെയിറ്റിംഗ് ആണ്. നമുക്ക് നോക്കാം ചിത്രം എങ്ങനെ ഉണ്ടാവും എന്ന്. അടുത്ത ചിത്രം നോക്കിയാലോ. സെപ്റ്റംബർ 13 അടുത്ത 2 ചിത്രങ്ങൾ റിലീസ് ആകുന്നത്. അതിൽ ആദ്യത്തേത് സ്പീക്ക് നോ ഇവിൽ. ഓൺഗോയിങ് ജനറേഷനിലെ വളരെ മികച്ച ആക്ടർ എന്നുകൂടി പേരെടുത്തിട്ടുള്ള ഹോളിവുഡ് സ്റ്റാറായ ജെയിംസ് മെക്വോയ് ഒരു പ്രധാന റോളിൽ എത്തുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഫിലിമാണ് സ്പീക്ക് നോ ഇവിൽ. ആൻഡ് ഇതേ പേരിൽ തന്നെ 2022 പുറത്തിറങ്ങിയ ഒരു ഡാനിഷ് ചിത്രത്തിന്റെ റീമേക്ക് കൂടിയാണ്. ഡിറക്ഷൻ, പ്രസന്റേഷൻ, പെർഫോമൻസ്, പിന്നെ ചിത്രം പറയാൻ ഉദ്ദേശിക്കുന്ന സോഷ്യൽ കമന്ററി, സസ്പെൻസ് ഫാക്ടർ എന്നിങ്ങനെ മിക്കവാറും ആസ്പെക്ട്സിലും വളരെ പോസിറ്റീവ് റിവ്യൂ നേടിയെടുത്ത ഒരു ചിത്രത്തിന്റെ റീമേക്കായി എത്തുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ വളരെ ആന്റിസിപ്പേറ്റഡ് ആയ ഒരു സിനിമയാണ് 2024 സ്പീക്ക് നോ ഇവിൽ. ആൻഡ് ഇഡൻ ലേക്ക് പോലെയുള്ള ഒരു ഗംഭീര ഹൊറർ സിനിമ ഒരുക്കിയ ജെയിംസ് വാറ്റ്കിൻസ് ഒരുക്കുന്ന റീമേക്ക് ആയതുകൊണ്ട് ഒറിജിനലിൽ നിന്നും ഒട്ടും താഴെയാവാൻ സാധ്യതയില്ലാതെ ആയിരിക്കും ഇതിന്റെയും മേക്കിംഗ്. ഏലിയൻ റോമുലസ് കാണാൻ പോയപ്പോൾ പ്ലേ ചെയ്ത ചിത്രത്തിന്റെ ട്രെയിലർ ഇംപ്രസീവ് ആയിരുന്നതിലൂടെയും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന സിനിമയാവട്ടെ സ്പീക്ക് നോ ഇവിൽ. അടുത്ത ഇംഗ്ലീഷ് റിലീസ് നോക്കാം. സെപ്റ്റംബർ 13 തന്നെ എത്തുന്ന ഹെൽ ബോയ് ദ ക്രൂക്കറ്റ് മാൻ. ഹെൽ ബോയ് ഫിലിം ഫ്രാഞ്ചൈസിയിലെ 4ാമത്തെ ലൈവ് ആക്ഷൻ ചിത്രമാണിത്. ഇന്ത്യയിൽ എന്നല്ല, ഗ്ലോബലി തന്നെ കമ്പാരിറ്റീവ്ലി ഫാൻ ഫോളോയിങ് അല്പം കുറഞ്ഞൊരു ഫ്രാഞ്ചൈസിയും ക്യാരക്ടറുമാണ് ഹെൽ ബോയ് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല, ചിത്രത്തിന്റെ ട്രെയിലറും കണ്ടിട്ടുള്ള ഒരു ലോ ബഡ്ജറ്റ് നേച്ചറും ഫ്രാഞ്ചൈസിലെ മുമ്പത്തെ സിനിമകളുടെ എടുത്തു പറയാവുന്ന തരത്തിലുള്ള ഒരു വൈബ്രന്റ് കളർ ഗ്രേഡിങ്ങും സ്ട്രോങ് കോൺട്രാസ്റ്റും ഒന്നും അതിൽ കാണാത്തതും അങ്ങനെ പല ഫാക്ടേഴ്സും കൊണ്ട് വളരെ ലോ ഹൈപ്ഡ് കൂടെയാണ് ഈ സിനിമ. എന്തായാലും എക്സെപ്ഷണലി ഔട്ട്സ്റ്റാൻഡിംഗ് ആയ റിവ്യൂസും ചിത്രം വളരെ ലൈവായി ഡിസ്കഷന്റെ ഭാഗം ആയേക്കാവുന്ന എന്തെങ്കിലും കാര്യങ്ങളും നടക്കാത്ത പക്ഷം തിയേറ്റേഴ്സിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു മൂവ്മെന്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ ഹെൽ ബോയ് ദ ക്രൂക്കറ്റ് മാൻ എന്നതൊരു ഡൗട്ടാണ്. റിലീസ് ഡേറ്റിന് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാവും എന്ന് തോന്നുന്നു. ഇനി സെപ്റ്റംബറിൽ എത്തുന്ന 4ാമത്തെയും അവസാനത്തെയായ മേജർ ഇംഗ്ലീഷ് റിലീസായ സിനിമ നോക്കാം. ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസിൽ നിന്നും അടുത്തതായി വരുന്നതും ദ ട്രാൻസ്ഫോമേഴ്സ് ദ മൂവി എന്ന 1986 ചിത്രത്തിന് ശേഷം തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ഫ്രാഞ്ചൈസിയിലെ ആദ്യ ആനിമേറ്റഡ് സിനിമയാണ് സെപ്റ്റംബർ 20 ഇറങ്ങുന്ന ട്രാൻസ്ഫോമേഴ്സ് 1. വളരെ ക്രിട്ടിക്കലി അക്ലൈംഡ് ആയ ബെസ്റ്റ് ആനിമേറ്റഡ് ഫിലിമിനുള്ള ഓസ്കാർ നേടിയ മറ്റൊരു ഫ്രാഞ്ചൈസിയുടെ പ്രധാനപ്പെട്ട ഒരു ചിത്രം തന്നെയായ ടോയ് സ്റ്റോറി 4 ഡയറക്ട് ചെയ്ത ജോഷ് കോളിയാണ് ട്രാൻസ്ഫോമേഴ്സ് 1 ഡയറക്ട് ചെയ്യുന്നത്. മാത്രമല്ല, ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസിയുടെ ഫാൻസിന് വളരെയധികം കമ്പലിംഗ് ആയേക്കാവുന്ന ഒരു സ്റ്റോറി ലൈൻ, അതായത് ഒപ്റ്റിമസ് പ്രൈം, മെഗട്രോൺ എന്നീ ഐക്കോണിക് ക്യാരക്ടേഴ്സിന്റെ ഒറിജിൻ, ആദ്യകാല റിലേഷൻഷിപ്സ്, പിന്നെ അത് ഡെവലപ്പ് ആവുന്നത് വഴി സൈബർട്രോൺ എന്ന അവരുടെ ഹോം പ്ലാനറ്റിന്റെ തന്നെ ഫേറ്റ് മാറുന്നതും ഇങ്ങനൊരു പ്ലോട്ട് ഡിസ്കസ് ചെയ്താണ് ചിത്രം എത്തുന്നത്. നമുക്കെല്ലാം കേട്ടു പരിചയമുള്ള
പീറ്റർ കല്ലന്റെ വോയിസിൽ നിന്ന് മാറി ഇത്തവണ ഒപ്റ്റിമസ് പ്രൈമിന് ശബ്ദം കൊടുക്കുന്നത് സാക്ഷാൽ ക്രിസ് ഹെംസ്വർത്ത് ആണ്. സ്കാർലറ്റ് ജൊഹാൻസണും മറ്റൊരു പ്രധാന ക്യാരക്ടറിന്റെ വോയിസ് ചെയ്യുന്നുണ്ട്. ഒരു പ്ലാന്റ് ട്രിലോജിയുടെ ആദ്യ ചിത്രമായാണ് ട്രാൻസ്ഫോമേഴ്സ് 1 എത്തുന്നത്. ആനിമേറ്റഡ് ഫിലിംസ് ആൻഡ് സീരീസ് വേൾഡിൽ ഓൾറെഡി നല്ലൊരു ഫാൻ ഫോളോയിങ് ഉള്ള ഫ്രാഞ്ചൈസിയുടെ മറ്റൊരു വലിയ തിയേറ്ററിക്കൽ സക്സസ് ആയിരിക്കുമോ ഈ ആനിമേറ്റഡ് ഫിലിം എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ 4 ഇംഗ്ലീഷ് മൂവി റിലീസസ് നോക്കി. ഇനി നമുക്ക് ഹിന്ദി മൂവീസ് നോക്കിയാലോ. സെപ്റ്റംബറിൽ എത്തുന്ന 2 മെയിൻ ഹിന്ദി റിലീസസിൽ ആദ്യത്തേത് സെപ്റ്റംബർ 6 പുറത്തിറങ്ങാനിരുന്ന എമർജൻസി ആണ്. കങ്കണ റണൌത്തിന്റെ സംവിധാനത്തിലും കോ പ്രൊഡക്ഷനിലും ഇന്ത്യൻ പൊളിറ്റിക്സിലെ തന്നെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ഇൻസ്റ്റൻസ് ആയ 1975 എമർജൻസി അഥവാ അടിയന്തരാവസ്ഥ കാലത്തിന്റെ കഥ പറയുന്ന സിനിമയിൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധിയായി മെയിൻ റോളിൽ എത്തുന്നത് കങ്കണ തന്നെയാണ്. പുറത്തിറങ്ങാനിരുന്ന എന്ന് പറയാൻ കാര്യം സെപ്റ്റംബർ 6 റിലീസ് ഡേറ്റ് ആയി അനൗൺസ് ചെയ്തെങ്കിലും സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ റിക്വയർമെന്റ്സ് പ്രകാരമുള്ള സെൻസറിംഗ് പാസ് ആവാത്ത കാരണം സിനിമയുടെ റിലീസ് ഹോൾഡിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവത്തിന്റെ, അതും നമ്മുടെ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ പാറ്റേൺസിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കുന്നതിന് കാരണമായ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് എത്തുന്നു എന്നത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ആന്റിസിപ്പേറ്റിംഗ് ഫാക്ടർ. പക്ഷെ കങ്കണ റണൌത്ത് എന്ന ആക്ട്രസിന്റെ ആക്ടിംഗ് ടാലന്റ് മികച്ചതായ ഒരു വശത്ത് നിൽക്കുമ്പോഴും അവരിലെ ഡയറക്ടറും അവരിലെ ഡിസ്ഗ്രേസ്ഫുൾ ആയ എക്സ്ട്രീം റൈറ്റ് വിങ് പൊളിറ്റീഷ്യനും റേസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നറേറ്റീവും ഈ ഒരു ഇൻസിഡന്റിനെ എത്രത്തോളം പോളറൈസിംഗ് ആയും ഒരു പ്രൊപ്പഗാൻഡ മെറ്റീരിയൽ ആയും ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് എന്നതും ഒട്ടും സർപ്രൈസിംഗ് അല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന ഹിസ്റ്റോറിക്കൽ ആക്യുറസി തീരെ ഇല്ലാത്ത മീഡിയോക്കർ ഫിലിം പോലെ റൈറ്റ് വിങ് അഡ്വക്കസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചിത്രം മാത്രമായി മാറുമോ, അതോ ചാൻസ് കുറവാണെങ്കിലും ബൈസസ് മാറ്റിവെച്ച് ഹിസ്റ്ററി ടാമ്പർ ചെയ്യാതെ തന്നെ കാര്യങ്ങൾ കാണിക്കാനുള്ളൊരു റൈറ്റ് ഡിസിഷൻ എടുക്കുകയും അങ്ങനെ എടുക്കുന്ന ചിത്രത്തിന്റെ എക്സിക്യൂഷൻ നന്നായിട്ട് വന്ന് അതൊരു നല്ല സിനിമയായി നമുക്ക് കിട്ടുകയും ചെയ്യുമോ എന്ന് നോക്കാം. എമർജൻസിക്ക് പുറമെ സെപ്റ്റംബറിൽ ബോളിവുഡിൽ നിന്ന് എത്തുന്ന അടുത്ത സിനിമ ഹൻസൽ മെഹ്ത സംവിധാനം ചെയ്ത് കരീന കപൂർ പ്രധാന വേഷത്തിലെത്തുന്ന ദ ബക്കിംഗ്ഹാം മർഡേഴ്സ് എന്ന ക്രൈം ത്രില്ലർ സിനിമയാണ്. റീസെന്റ് അവരുടെ കുഞ്ഞിനെ നഷ്ടമായ ജസ്മീത് ബംറ എന്നൊരു ബ്രിട്ടീഷ് ഇന്ത്യൻ ഡിറ്റക്റ്റീവിനെ തേടി 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ മർഡർ കേസ് എത്തുന്നതാണ് സിനിമയുടെ പ്രമേയം. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ BFI ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ ഷോക്കേസ് ചെയ്ത സിനിമ ഒരല്പം ആവറേജ് എന്ന് പറയാവുന്ന ലെവലിലുള്ള റിവ്യൂസ് മാത്രമാണ് നേടിയത്. കൂടുതലും ബ്രിട്ടീഷ് സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുള്ള ചിത്രത്തിന്റെ ഏകദേശം 80% ഡയലോഗ്സും ഇംഗ്ലീഷിലാണ്. ഹിന്ദി അറിയാത്ത കാരണം കൊണ്ട് പൊതുവെ SRKയുടെയോ ഹൃത്തിക്കിന്റെയോ അല്ലാത്ത ബോളിവുഡ് ഫിലിംസ് സബ് ടൈറ്റിൽസ് ഉണ്ടെങ്കിൽ മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ പോലെയുള്ളവരാണ് നിങ്ങളെങ്കിൽ ക്രിട്ടിക് റിവ്യൂസിന് പുറമേ ഉള്ള ഒരു ആംഗിളിൽ പബ്ലിക്കിനെ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന സിനിമയാകുമോ എന്നറിയാൻ കയറി കണ്ടു നോക്കാവുന്ന ഒരു സിനിമയായിരിക്കും ചിലപ്പോൾ ദ ബക്കിംഗ്ഹാം മർഡേഴ്സ്. സെപ്റ്റംബർ 20 ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ആയി അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സെപ്റ്റംബറിൽ ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ നിന്ന് വരാനിരിക്കുന്ന സിനിമകളാണ് നമ്മൾ നോക്കിയത്. ബുക്ക് മൈ ഷോയിൽ ലിസ്റ്റഡ് ആയി കണ്ട സിനിമകളിൽ നിന്നാണ് ഞങ്ങൾ ഈ വീഡിയോ തയ്യാറാക്കിയത്. ഈ പറഞ്ഞ ചിത്രങ്ങൾക്ക് പുറമെ നിങ്ങളുടെ അറിവിൽ ഞങ്ങൾക്ക് മിസ്സായ ഏതെങ്കിലും സിനിമകൾ കൂടെ വരാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതണം. കൂടെ നിങ്ങളുടെ ആന്റിസിപ്പേറ്റഡ് മൂവീസും വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും കരുതുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ.